ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ പുതിയ വീട്ടിലെ ഫസ്റ്റ് ഡേയിലെ ഒരു കുട്ടി വ്ളോഗാണ്. ആദ്യ ദിവസം തന്നെ അതേ ആശുപത്രിയിലേക്കാണ്. ഞങ്ങൾ രണ്ടുപേരും ഇല്ല, ചേട്ടയെ മാത്രമേ ഉള്ളൂ. ചേട്ടയുടെ അമ്മേനെയും കൊണ്ട് പോവുകയാണ്. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ പുറത്താണെങ്കിൽ തലേന്നത്തെ ഫംഗ്ഷൻ്റെ കസേരയും ഡെസ്കൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അടുക്കലും പെറുക്കലും ഒതുക്കലും ഒക്കെ ആയിട്ട് നിന്നേ. നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ഒക്കെ ആയിട്ട് വരുന്നത് ഹോസ്പിറ്റൽ കേസൊക്കെ ഇടയിൽ കിടക്കുന്നത് കൊണ്ടാണ്. അവിടെയും പോകണം, വീട്ടിലെ കാര്യങ്ങളും നോക്കണം, വീഡിയോസിൻ്റെ കാര്യങ്ങളും നോക്കണം, എല്ലാം കൂടെ ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. അതൊക്കെ കൊണ്ടാണ്. അങ്ങനെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചായയും പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടെയാണ് കഴിച്ചത്. കാര്യം ചേട്ടായി രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടായിരുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കഴിക്കാനൊരു മടി വരുമല്ലോ. അങ്ങനെ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയും ഞാൻ അടുക്കളയിൽ അടുക്കിപ്പെറുക്കലൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നേ. ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കിപ്പെറുക്കിയൊക്കെ വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അതാകുമ്പോൾ ഒരുപാട് ഇങ്ങനെ അലങ്കോലമായിട്ടൊന്നും കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് തൂത്ത് ഉടച്ചും കൂടി ഇട്ടപ്പോഴാണ് സമാധാനമായത്. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടായൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നപ്പോഴാണെങ്കിൽ പാലും പിന്നെ ഐസ്ക്രീമും സിബപ്പും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഞാനാണെങ്കിൽ പീരീഡ്സും കൂടെ ആയിരിക്കുന്ന കാരണം എനിക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. തലേന്ന് കൊണ്ടുവന്ന ബിരിയാണി ചെമ്പിൻ്റെ പുറത്ത് ഒരു തട്ടുമുട്ടും കേട്ട് വന്ന് നോക്കിയപ്പോൾ ഇരിക്കണ ഒരു വലിയക്കാട്ടൻ ഒരു പരുന്ത്. കാല് വയ്യാത്തതായിരുന്നു, കുറേ സമയം അത് അവിടെ ഇരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അകത്ത് വന്നിട്ട് ചേട്ടായിക്ക് ഒരു പണി കൊടുത്തായിരുന്നു. ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡും പിന്നെ ഉള്ളി സവോളയൊക്കെ ഇടുന്ന ഒരു സ്റ്റാൻഡില്ലേ, ആകാശം സെറ്റൊക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയിട്ട് നമ്മുടെ തലേന്നത്തെ ബിരിയാണി കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് നമ്മൾ അത് കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ ചേട്ടായി അത് എല്ലാം ആവി കയറ്റി സെറ്റാക്കിയൊക്കെ എടുത്ത്. ചീത്തയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ, നല്ലതായിരുന്നേ. എല്ലാവർക്കും നമ്മുടെ ഫുഡ് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ രണ്ടുപേരും കൂടെ മുൻകൈ എടുത്ത് ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. ചെറിയ രീതിക്ക് ഉണ്ടായിരുന്നുള്ളെങ്കിൽ പോലും അത് നല്ല രീതിക്ക് ചെയ്യാൻ നമ്മളെക്കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടാ ഐസ്ക്രീം കൊണ്ടുവന്നില്ലേ, കിവിയുടെ ഐസ്ക്രീം ആയിരുന്നേ. ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ ചേട്ടായിക്കും കൂടെ കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴത്തേക്ക് ഐസ്ക്രീമിനോടുള്ള ബഹുമാനമാണോ എന്നോടുള്ളതാണോ എന്നറിയത്തില്ല, ചാടി എഴുന്നേറ്റ് അതൊരു പിടിയൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് പായസം വെക്കാനുണ്ടായിരുന്നേ. കുറച്ചല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ ഒരുപാട് പേരെ ഹൗസ് വാമിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞില്ലേ, ചെറിയൊരു പരിപാടി 2 പേരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു 20 പേരുടെ. അപ്പം ബാക്കിയുള്ള കുറച്ച് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ കയറി താമസത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പായസമൊക്കെ വെച്ച് കൊടുക്കാമെന്നുള്ളതിൽ നിൽക്കുമായിരുന്നു. ഇത്രയും ക്വാണ്ടിറ്റിയിലൊക്കെ ഞാൻ പായസം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരു 3-4 പേർക്കുള്ളതൊക്കെ മുന്നേ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നതിനിടയ്ക്ക് ചേട്ടായും ഒരു കൈ സഹായത്തിനൊക്കെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സക്സസ് ആകുമോ എന്ന് പേടിച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ഒരു രുചിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഒരു ഉരുളി നിറച്ച് പായസം ഉണ്ടാക്കി. പിന്നെ ചേട്ടയുടെ അമ്മയ്ക്ക് കുറച്ച് സെപ്പറേറ്റ് നമ്മൾ മാറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാര്യം അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് മേലൊക്കെ കഴുകിയിട്ട് നമ്മൾ ഓരോരോ പാത്രത്തിലാക്കി ഓരോരോ ബന്ധുക്കളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തായിരുന്നേ. അതൊന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. എല്ലായിടവും കൊടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു തട്ടുകടയിൽ കയറിയായിരുന്നേ ഫുഡ് കഴിക്കാനായിട്ട്. പൊറോട്ട അത്യാവശ്യം കൊള്ളായിരുന്നേ, പക്ഷേ കറി ഒരു കാശിനും കൊള്ളത്തില്ലായിരുന്നേ. കാശ് കൊടുത്ത് മേടിച്ചതല്ലേന്ന് ഓർത്തിട്ട് രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അടുക്കി പെറുക്കലും ഹോസ്പിറ്റലിലേക്കുള്ള ഓട്ടവും കയറി താമസത്തിന് വിളിച്ചില്ലെന്നുള്ള പരാതികളും ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയൊന്ന് 2 പേർക്കും സമാധാനമായിട്ട് ഉറങ്ങണം, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. കാര്യം 2-3 ദിവസമായി ഓരോരോ തിരക്കുകളായിട്ട് നല്ലൊരു ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ടാറ്റാ.